മക്കളെ, നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് തേർഡ് അലോട്ട്മെന്റ് ശരിക്കും എന്നാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഒഫീഷ്യലി നമുക്ക് വന്നിട്ടുള്ള ഒരു ഡേറ്റ് ജൂൺ 16-നാണ്. പക്ഷെ നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും എല്ലാം പറഞ്ഞതിനേക്കാളും 1-2 ദിവസം മുന്നേ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെന്റും ജൂൺ 14-നോ 15-നോ ഒക്കെ പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ സാധ്യതകൾ മാത്രമാണ്. ഒഫീഷ്യലി നമ്മളോട് പറഞ്ഞിട്ടുള്ള ഡേറ്റ് ജൂൺ 16 തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് അവർ ആഗ്രഹിച്ച സ്കൂളോ കോഴ്സോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ തേർഡ് അലോട്ട്മെന്റ് കൂടി കഴിയുമ്പോഴേക്കും എല്ലാ മക്കൾക്കും ആഗ്രഹിച്ച സ്കൂളും കോഴ്സും തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും തേർഡ് അലോട്ട്മെന്റിലും നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സോ സ്കൂളോ നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ കൂടി വരാനുണ്ട്. പക്ഷേ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ വരുന്നത് നമ്മുടെ +1 ക്ലാസ്സുകൾ ആരംഭിച്ചതിന് ശേഷമായിരിക്കും. അപ്പൊ നമ്മുടെ +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള ഡേറ്റ് ജൂൺ 18-നായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ വരുന്നുണ്ടായിരിക്കും. പക്ഷേ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിലവിലുള്ള ആപ്ലിക്കേഷൻ നമ്മളൊന്ന് പുതുക്കി നൽകേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ നിലവിലുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളുടെ ഓപ്ഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല ഇതുവരെയും +1 അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ നൽകിയിട്ടില്ലാത്തവർക്ക് ഒരു ഫ്രഷ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ ലഭിക്കാൻ പോകുന്നത്. എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ആരും ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിന് തന്നെ എല്ലാവരും അഡ്മിഷൻ എടുക്കുക. ആഗ്രഹിച്ച കോഴ്സ് കിട്ടുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. +1 ക്ലാസ്സുകൾ ആരംഭിച്ചതിന് ശേഷമായിരിക്കും പല മക്കൾക്കും അഡ്മിഷൻ ലഭിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലാസ്സുകൾ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ +1 കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പുതിയ സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 1-2 മാസം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ കോൺസെപ്റ്റ്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം. സോ യുവ ബാച്ചിൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അഡ്മിഷൻ എടുത്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ എല്ലാ മക്കൾക്കും നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സിന് തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.